ഇന്ത്യൻ ടെലികോം ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു ഹച്ച്. ഇന്ത്യയിലെ മൊബൈൽ ഫോൺ വിപ്ലവത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായിരുന്നു ഈ കമ്പനി. പിങ്ക് നിറവും മനോഹരമായ പരസ്യങ്ങളും കൊണ്ട് ഹച്ച് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു. ഹച്ച് പിന്നീട് വോഡഫോണായി മാറി. അതിനുശേഷം അത് വിയും ആയി മാറി. ഹച്ചിന്റെ ഉദയവും വളർച്ചയും ഒടുവിൽ വോഡഫോണിലേക്കുള്ള മാറ്റവും രസകരമായ ഒരു ബിസിനസ് കഥയാണ്. ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ എത്തിയത് 1990കളുടെ മധ്യത്തിലാണ്. അക്കാലത്ത് മൊബൈൽ ഫോൺ എന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. സാധാരണക്കാർക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആഡംബരമായിരുന്നു. ഇൻകമിംഗ് കോളുകൾക്ക് പോലും പണം നൽകേണ്ട കാലമായിരുന്നു അത്. ഈ സമയത്താണ് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഹച്ചിസൺ വാംബോ എന്ന വമ്പൻ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. ലോകത്തിലെ തന്നെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നായിരുന്നു ഹച്ചിസൺ വാംബോ. ലീ കാ ഷിങ് എന്ന കോടീശ്വരനായിരുന്നു ഇതിന്റെ തലവൻ. ഇന്ത്യയിലെ വലിയ വിപണി സാധ്യതകൾ അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ 1992 അവർ ഇന്ത്യയിലെ മാക്സ് ഗ്രൂപ്പുമായി ചേർന്ന് ഒരു സംയുക്ത സംരംഭം തുടങ്ങി. ഇതിനെ ഹച്ചിസൺ മാക്സ് എന്ന് വിളിച്ചു. 1994 കമ്പനിക്ക് മുംബൈ നഗരത്തിൽ മൊബൈൽ സേവനം നൽകാനുള്ള ലൈസൻസ് ലഭിച്ചു. 1995 അവർ തങ്ങളുടെ സേവനം ആരംഭിച്ചു. അന്ന് അവരുടെ ബ്രാൻഡിന്റെ പേര് ഹച്ച് എന്നായിരുന്നില്ല, മാക്സ് ടച്ച് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. മാക്സ് ടച്ച് മുംബൈയിലെ ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് പ്രശസ്തമായി. മികച്ച നെറ്റ്വർക്കും നല്ല സേവനവും അവർ നൽകി. അക്കാലത്ത് BPL മൊബൈൽ ആയിരുന്നു അവരുടെ പ്രധാന എതിരാളി. എങ്കിലും മാക്സ് ടച്ച് വളരെ വേഗം മുന്നേറി. ഇന്ത്യയിലെ ആദ്യത്തെ മികച്ച മൊബൈൽ സേവനങ്ങളിൽ ഒന്നായി അത് മാറി. കാലം കടന്നുപോയി. 2000 ആണ്ടോടെ കമ്പനി തങ്ങളുടെ പേര് മാറ്റാൻ തീരുമാനിച്ചു. മാക്സ് ടച്ച് എന്ന പേര് മാറ്റി ഓറഞ്ച് എന്ന പേര് സ്വീകരിച്ചു. ഓറഞ്ച് എന്നത് ആഗോളതലത്തിൽ വളരെ പ്രശസ്തമായ ഒരു ടെലികോം ബ്രാൻഡായിരുന്നു. മുംബൈയിൽ ഓറഞ്ച് എന്ന പേര് വലിയ തരംഗമായി. കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ഓറഞ്ച് നിറത്തിലുള്ള ചതുരശ്ര ലോഗോ ആയിരുന്നു അതിൻ്റേത്. അത് വളരെ ആധുനികവും വ്യത്യസ്തവുമായ ഒരു അനുഭവമായിരുന്നു ഉപഭോക്താക്കൾക്ക് നൽകിയത്. ചെറുപ്പക്കാരെ ഇത് വല്ലാതെ ആകർഷിച്ചു. അക്കാലത്ത് മൊബൈൽ ഫോൺ കൈവശം വെക്കുന്നത് ഒരു സ്റ്റാറ്റസ് സിംബൽ ആയിരുന്നു. ഓറഞ്ച് കണക്ഷൻ ഉള്ളത് അഭിമാനമായി പലരും കരുതി. എന്നാൽ ഓറഞ്ച് എന്ന ബ്രാൻഡ് പേര് ഉപയോഗിക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി. ഓറഞ്ച് എന്ന ബ്രാൻഡ് അന്താരാഷ്ട്ര തലത്തിൽ ഫ്രാൻസ് ടെലികോം എന്ന കമ്പനിയുടെ സ്വന്തമായിരുന്നു. അതിനാൽ ഇന്ത്യയിൽ ആ പേര് തുടരാൻ ഹച്ചിസൺ ഗ്രൂപ്പിന് കഴിഞ്ഞില്ല. ഇത് അവർക്ക് ഒരു പുതിയ പേര് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടാക്കി. അങ്ങനെയാണ് ഹച്ച് എന്ന പേര് ഇന്ത്യയിൽ അവതരിക്കുന്നത്. 2002 അവർ ഗുജറാത്ത്, കൊൽക്കത്ത, ദില്ലി തുടങ്ങിയ ഇടങ്ങളിൽ ഹച്ച് എന്ന പേരിൽ സേവനം തുടങ്ങി. പിന്നീട് മുംബൈയിലെ ഓറഞ്ച് ബ്രാൻഡും ഹച്ചായി മാറി. പിങ്ക് നിറത്തിലുള്ള ലോഗോ ആയിരുന്നു ഹച്ചിൻ്റെത്. ഈ സമയത്താണ് SRുമായി ഹച്ചിസൺ കൈകോർക്കുന്നത്. അങ്ങനെ കമ്പനിയുടെ പേര് ഹച്ചിസൺ SR എന്നായി. എങ്കിലും ബ്രാൻഡ് നെയിം ഹച്ച് എന്ന് തന്നെ തുടർന്നു. ഹച്ച് വളരെ വേഗത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. അവർ മറ്റ് ചെറിയ കമ്പനികളെ ഏറ്റെടുത്തു. ഉദാഹരണത്തിന് ചെന്നൈയിലെ എയർസെൽ ഡിജിലിങ്ക് എന്ന കമ്പനിയെ ഹച്ച് ഏറ്റെടുത്തു. 2005 BPL മൊബൈലിന്റെ ചില സർക്കിളുകളും അവർ സ്വന്തമാക്കി. ഇതോടെ ഇന്ത്യയിലെ വലിയൊരു ഭാഗത്ത് ഹച്ചിന് സാന്നിധ്യമായി. അവരുടെ സേവന നിലവാരം വളരെ മികച്ചതായിരുന്നു. കസ്റ്റമർ കെയർ സേവനവും നെറ്റ്വർക്ക് ക്വാളിറ്റിയും ജനങ്ങളെ ആകർഷിച്ചു. പ്രീപെയ്ഡ് കാർഡുകൾ വ്യാപകമായി തുടങ്ങിയ കാലമായിരുന്നു അത്. ഹച്ചിന്റെ കൂപ്പണുകൾ കടകളിൽ സുലഭമായി ലഭിച്ചു തുടങ്ങി. ഹച്ചിന്റെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം അവരുടെ പരസ്യങ്ങളായിരുന്നു. ഒഗിൽവി ആൻഡ് മേത്തർ എന്ന ഏജൻസിയാണ് ഹച്ചിന്റെ പരസ്യങ്ങൾ ചെയ്തിരുന്നത്. വളരെ ലളിതവും എന്നാൽ ഹൃദയത്തിൽ തൊടുന്നതുമായിരുന്നു അവരുടെ പരസ്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രശസ്തമായത് ചീക്ക എന്ന നായക്കുട്ടിയുടെ പരസ്യമാണ്. ഒരു ചെറിയ ആൺകുട്ടിയും അവന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു നായക്കുട്ടിയും. നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങളെ പിന്തുടരും. വേറെവർ യു ഗോ അവർ നെറ്റ്വർക്ക് ഫോളോസ് എന്നതായിരുന്നു അതിന്റെ സന്ദേശം. ഈ പരസ്യം ഇന്ത്യയിൽ വലിയ ചലനമുണ്ടാക്കി. സാങ്കേതിക കാര്യങ്ങൾ ഒന്നും പറയാതെ തന്നെ നെറ്റ്വർക്കിന്റെ ഗുണമേന്മ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതിന് കഴിഞ്ഞു. പഗ് ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടികൾക്ക് ഇന്ത്യയിൽ വലിയ ഡിമാൻഡ് ഉണ്ടായി. ജനങ്ങൾ പഗ്ഗുകളെ ഹച്ച് നായ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ പരസ്യത്തിലെ പശ്ചാത്തല സംഗീതവും വളരെ പ്രശസ്തമായി. യു ആൻഡ് ഐ എന്ന പാട്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പാടി നടന്നു. ഹച്ച് എന്നത് ഒരു വികാരമായി മാറി. വിപണിയിലെ മത്സരം കടുക്കുകയായിരുന്നു. എയർടെൽ ആയിരുന്നു ഹച്ചിന്റെ പ്രധാന എതിരാളി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസും BSNLും ശക്തമായ സാന്നിധ്യമായിരുന്നു. എങ്കിലും പ്രീമിയം ഉപഭോക്താക്കൾ ഹച്ചിനെ സ്നേഹിച്ചു. എന്നാൽ കമ്പനിയുടെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹച്ചിസൺ ഗ്രൂപ്പും അവരുടെ പങ്കാളികളായ SR ഗ്രൂപ്പും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ബിസിനസ് കാര്യങ്ങളിലായിരുന്നു ഈ തർക്കങ്ങൾ. എങ്കിലും അതൊന്നും പുറമേയുള്ള സേവനത്തെ ബാധിച്ചില്ല. 2006 ആയപ്പോഴേക്കും ഹച്ചിസൺ വാംബോ ഇന്ത്യയിലെ ബിസിനസ് അവസാനിപ്പിക്കാൻ ആലോചിച്ചു. അവർക്ക് ഇന്ത്യയിലെ ലാഭമെടുത്ത് മറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപിക്കണമെന്നുണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യയിലെ കടുത്ത മത്സരവും നിയന്ത്രണങ്ങളും അവർക്ക് ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ അവർ തങ്ങളുടെ ഓഹരികൾ വിൽക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ടയുടനെ ലോകത്തിലെ പല വമ്പൻ കമ്പനികളും ഹച്ചിനെ വാങ്ങാൻ മുന്നോട്ട് വന്നു. റിലയൻസ്, ഹിന്ദുജ ഗ്രൂപ്പ്, വോഡഫോൺ തുടങ്ങിയവർ ഇതിൽ പ്രധാനികളായിരുന്നു. ഇതൊരു വലിയ ലേലം വിളിയായിരുന്നു. SR ഗ്രൂപ്പിനും കമ്പനി മുഴുവനായി വാങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ വോഡഫോൺ വളരെ ശക്തമായ നീക്കങ്ങൾ നടത്തി. അന്ന് വോഡഫോൺ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനിയായിരുന്നു.
ഇന്ത്യയിലെ വളരുന്ന വിപണിയിൽ അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. 2007 ഫെബ്രുവരിയിൽ ആ വലിയ വാർത്ത പുറത്തു വന്നു. ബ്രിട്ടീഷ് കമ്പനിയായ വോഡഫോൺ ഹച്ചിസൺ എസ്ആറിനെ വാങ്ങാൻ തീരുമാനിച്ചു. ഏകദേശം 11.1 ബില്യൺ ഡോളറിനായിരുന്നു ഈ കച്ചവടം നടന്നത്. ഇന്ത്യൻ രൂപയിൽ ഇത് വളരെ വലിയ ഒരു തുകയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഈ കച്ചവടത്തോടെ ഹച്ചിസൺ വാംബോ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി. പകരം വോഡഫോൺ ഇന്ത്യയിലേക്ക് വന്നു. കമ്പനിയുടെ പേര് വോഡഫോൺ എസ്ആർ എന്നാക്കി മാറ്റി. എസ്ആർ ഗ്രൂപ്പ് അവരുടെ 33% ഓഹരി നിലനിർത്തി വോഡഫോണിന്റെ പങ്കാളിയായി തുടർന്നു. കമ്പനി കൈമാറ്റം നടന്നെങ്കിലും പെട്ടെന്ന് പേര് മാറ്റിയില്ല. കുറച്ചു കാലം കൂടി ഹച്ച് എന്ന പേരിൽ തന്നെ സേവനം തുടർന്നു. ജനങ്ങൾക്ക് പെട്ടെന്നുള്ള മാറ്റം ഉൾക്കൊള്ളാൻ പ്രയാസമാകുമെന്ന് കമ്പനിക്ക് അറിയാമായിരുന്നു. ഒടുവിൽ 2007 സെപ്റ്റംബറിൽ റീബ്രാൻഡിംഗ് നടന്നു. ഹച്ചിന്റെ പിങ്ക് നിറം മാറി വോഡഫോണിന്റെ ചുവപ്പ് നിറം വന്നു. ഹച്ച് ഈസ് നൗ വോഡഫോൺ എന്ന പരസ്യം എല്ലായിടത്തും നിറഞ്ഞു. ടിവിയിലും പത്രങ്ങളിലും വലിയ പരസ്യങ്ങൾ വന്നു. ഈ മാറ്റം വളരെ ശ്രദ്ധയോടെയാണ് നടപ്പിലാക്കിയത്. ഹച്ചിന്റെ പഴയ പരസ്യത്തിലെ നായ്ക്കുട്ടിയെ വോഡഫോൺ നിലനിർത്തി. ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. തങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡ് പേര് മാറിയെങ്കിലും ഗുണമേന്മ മാറിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത് സഹായിച്ചു. വോഡഫോൺ വന്നതോടെ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി. ലോഗോ മാറി. ഒരു സ്പീച്ച് മാർക്കിന്റെ രൂപത്തിലുള്ളതായിരുന്നു വോഡഫോണിന്റെ ലോഗോ. അവർ സൂസൂസ് എന്ന പുതിയ പരസ്യ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു. ഇതും വലിയ വിജയമായി. ഇതിനെ ഹച്ചിന്റെ പതനമെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം ഹച്ച് തകർന്നു പോയതല്ല, അത് വൻ തുകയ്ക്ക് വിൽക്കപ്പെടുകയാണ് ചെയ്തത്. ഒരു ബിസിനസ് എന്ന നിലയിൽ അത് ഹച്ചിസൺ ഗ്രൂപ്പിന് വലിയ ലാഭമായിരുന്നു. അവർ ഇന്ത്യയിൽ ഇറക്കിയ പണത്തിന്റെ പല മടങ്ങ് തിരിച്ചു കിട്ടി. എന്നാൽ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഹച്ച് അസ്തമിച്ചു. പിങ്ക് നിറത്തിലുള്ള ആ പഴയ ഹച്ച് ലോഗോ ഓർമ്മയായി. ഓറഞ്ച്, ഹച്ച് എന്നീ പേരുകൾ ഇന്ത്യൻ ടെലികോം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. വോഡഫോൺ വന്ന ശേഷവും എസ്ആർ ഗ്രൂപ്പ് കുറച്ചു കാലം കൂടെ നിന്നു. എന്നാൽ 2011 വോഡഫോൺ എസ്ആറിന്റെ ഓഹരികൾ കൂടി വാങ്ങി. ഏകദേശം 5 ബില്യൺ ഡോളർ നൽകിയാണ് വോഡഫോൺ എസ്ആറിനെ ഒഴിവാക്കിയത്. ഇതോടെ കമ്പനി പൂർണ്ണമായും വോഡഫോൺ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഹച്ചിന്റെ കഥ ഇന്ത്യൻ ടെലികോം വിപ്ലവത്തിന്റെ ഒരു സുപ്രധാന ഏടാണ്. 1994 മാക്സ് ടച്ച് ആയി തുടങ്ങി ഓറഞ്ചായി മാറി പിന്നീട് ഹച്ചായി വളർന്ന് ഒടുവിൽ വോഡഫോണിൽ ലയിച്ച ചരിത്രം ആവേശകരമാണ്. ഇന്ത്യയിലെ മധ്യവർഗത്തിന് മൊബൈൽ ഫോൺ എന്ന ശീലം പഠിപ്പിച്ചത് ഒരു പരിധിവരെ ഹച്ചാണ്. അവരുടെ ലളിതമായ താരിഫ് പ്ലാനുകളും മികച്ച സേവനവും ജനങ്ങളെ ആകർഷിച്ചു. അതിലുപരി അവരുടെ പരസ്യങ്ങൾ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ആ നായക്കുട്ടിയും UNI എന്ന പാട്ടും ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്. ഇന്ന് വോഡഫോൺ ഐഡിയയായി മാറിയെങ്കിലും പഴയ ഹച്ചിനെ സ്നേഹിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ഒരു വിദേശ കമ്പനി ഇന്ത്യയിൽ വന്ന് എങ്ങനെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി മാറി എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഹച്ച്. ഗുണമേന്മയും നല്ല ആശയവിനിമയം ഉണ്ടെങ്കിൽ ഏത് ബ്രാൻഡിനും വിജയിക്കാമെന്ന് ഹച്ച് തെളിയിച്ചു. ഹച്ചിന്റെ പതനം ഒരു അവസാനമായിരുന്നില്ല, അത് പുതിയൊരു തുടക്കമായിരുന്നു. വോഡഫോൺ എന്ന ആഗോള ഭീമന് ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ ഹച്ച് ഒരുക്കിയ അടിത്തറ വളരെ വലുതായിരുന്നു. ആ അടിത്തറയിലാണ് ഇന്നത്തെ പല ടെലികോം മാറ്റങ്ങളും നടക്കുന്നത്. അതിനാൽ ഹച്ച് ഒരിക്കലും മരിക്കുന്നില്ല, അത് രൂപം മാറി ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.